മക്കളെ എന്തായി കാണുന്നത്, ഞങ്ങൾ കുടുംബത്തിൽ നോമ്പ് തുറയോ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിലിയിൽ മൊത്തം എല്ലാവരും കൂടി ഇരുന്നോട്ട് ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഇതിലും ഗംഭീരാക്കും. അത് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു നോമ്പ് തുറ ഞങ്ങൾ കൂടിയത്. ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൽ കൽത്തപ്പം എൻ്റെ അമ്മായിമ്മ എനിക്ക് ഉണ്ടാക്കി തന്നാണ്. പിന്നെ സമൂസ, ചട്ടിപ്പത്തിരി, മുട്ടക്കേക്ക്, പിന്നെ നെയ്പ്പത്തൽ പോലത്തെ ഒരു സംഭവം ഉണ്ട്, ഇറച്ചിപ്പത്തിരി അങ്ങനെ എന്തോ ആണ് തോന്നുന്ന പേര്. അതൊക്കെ അമ്മ, എൻ്റെ അനിയത്തി, വല്യമ്മ എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്ക് ആകെ കൂടെ ഉണ്ടായ വിഷമം എന്താ വെച്ചാൽ ഞാൻ ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് തരാൻ ഭയങ്കര ലേറ്റായിപ്പോൾ. അത് മാത്രം ഉണ്ടെങ്കിൽ വിഷമം. പക്ഷെ അടുത്ത കൊല്ലം എന്തായാലും ഞങ്ങൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതാക്കുള്ളൂ. പക്ഷെ എന്നാലും ഞങ്ങളെല്ലാവരും കൂടി കൂടിയില്ല. അതന്നെ ഞങ്ങൾക്ക് വലിയൊരു കിട്ടല്. ഇതൊരു ഹാപ്പിനെസ് ആണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ അങ്ങനെ വിചാരിക്കും എല്ലാവരും ഇങ്ങനെ നോമ്പുറക്കണത് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടൊക്കെ ബീച്ചിലൊക്കെ വെച്ചിട്ട് ആക്കുമ്പോൾ എന്താ പൈലിപ്പോൾ കാര്യമല്ല, എല്ലാവരും സാധാരണ പോയിരിക്കണല്ലോ. പക്ഷെ ഇപ്പം മനസ്സിലായി. മക്കളെ ആരെങ്കിലും ഇതുവരെ ബീച്ചിൽ വെച്ചിട്ടോ പാർക്കിൽ വെച്ചിട്ടോ ഒന്നും ഇതുവരെ നോമ്പ് തുറന്നിട്ടില്ലെങ്കിൽ ഒന്ന് നോമ്പ് തുറന്നു നോക്കൂട്ടോ. ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഫസ്റ്റ് ടൈം. ഞങ്ങൾക്കത് ഭയങ്കര എല്ലാവർക്കും ഒരു ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു. ഫാമിലി കുറേ ആയിട്ട് അങ്ങനെ എല്ലാവരും ബിസിയുള്ള ആൾക്കാരല്ലേ. നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിക്ക് പോകണ വരുന്ന്, കിടന്നുറങ്ങുന്ന, രാവിലെ എണീക്കുന്ന, പോകുന്ന, ഒരു ഞായറാഴ്ചയുള്ള വല്ല കല്യാണത്തിനോ വല്ല ഇതിനോ പരിപാടിക്കൊക്കെ പോയിട്ട് അങ്ങനെ അങ്ങോട്ട് തീർക്കും. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ പണികൾ തന്നെ 1 മണി വരെ നമുക്ക് പണികളായിരിക്കും. അത് കഴിഞ്ഞ് നമ്മളൊന്ന് എന്താ പറയുക ഊരെ ചായ്ക്കണം എന്നൊക്കെ പറയില്ല, അതേമാതിരി ഒന്ന് നടു നിർത്തി കിടക്കുക, അത്ര തന്നെ. പിന്നെ വൈകുന്നേരമായ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞു. നമ്മുടെ സൺഡേ അങ്ങനെ കഴിഞ്ഞു. ഇതൊരു ഇങ്ങനെയൊക്കെ ഒന്ന് ഇടക്കൊന്ന് എല്ലാ ഫാമിലിനെ ഒന്ന് വിളിച്ചിരുന്ന് കൂടൂ, നമ്മളായിട്ട് നമ്മളൊരു പരിപാടിയൊക്കെ ഒന്ന് ഉണ്ടാക്കൂ, വെറുതെനെങ്കിലും ഒരു ഹരത്തിന്. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് അടുക്കുള്ളൂ. എപ്പോഴെങ്കിലൊക്കെ കാണുമ്പോൾ നമ്മളെ പേരക്കുട്ടികളും മക്കളൊക്കെ ഒന്ന് ഒത്തൊരുമിക്കുള്ളൂ. ഇത് കാണില്ല, അല്ലും ഏവോസും ഒരു അച്ചിലിട്ട് വാർത്ത ടീംസാണ്. ഒന്ന് ആണ്ടിലൊരിക്കലും കാണുള്ളൂ. പക്ഷെ ഇപ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിക്കണം. പറന്നു മേലെ മേലെ ഞാൻ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എത്ര ഓടി കളിച്ച സ്ഥലമാറിയത്. ആർക്കും വേണ്ടത് കിടന്ന സ്ഥലമായിരുന്നു. ഇപ്പൊക്കെ കൂടെ ഭയങ്കര സെറ്റപ്പാക്കി ഒരു ബീച്ച് അറ്റ്മോസ്ഫിയർ കൊണ്ടുവന്ന ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരാൻ തുടങ്ങി. പണ്ടൊക്കെ വെറുതെ ട്രൗസറിട്ട് ഓടി നടക്കുന്ന പ്രായത്തിൽ വെറുതെ ഓടി കളിച്ച്, വെറുതെ സൈക്കിൾ ഓടി കളിച്ച്, കുറേ വണ്ടി ഓടി കളിച്ച് ഒരു ശ്മശാന ഏരിയ എന്ന് പറയാം. അതൊക്കെ കൂടെ ഇപ്പോൾ സെറ്റാക്കി കളറാക്കി ലൈറ്റൊക്കെ വെച്ച് നല്ലൊരു പാർക്കാക്കി എടുത്ത് അതിനൊരു ബിഗ് സാല്യൂട്ട്. ആരായാലും, ഏത് പാർട്ടി ആയാലും ഏത് ആളായാലും. പക്ഷെ ഇത് ഒരു സെറ്റപ്പായിട്ടോ. ഇവിടെയുള്ള ഭാഗത്തുള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ഇപ്പം നോമ്പുറൊക്കെ സെറ്റായിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ നോമ്പ് തുറക്കാൻ കേട്ടോ. ഹലോ ഹലോ, ഇവിടെ 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 ഇതാണ് റോഡ് 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 റോഡിലേക്ക് കയറോ? നടക്കുമോ?
എന്താണ് സ്റ്റേജ് പ്രോഗ്രാം ആണോ? ആ എങ്ങനെ ഇതാരാണ്? കമലാശി, മീനാശി, തങ്കമണി, ദീപക് ശ്രീല ഡാൻസ്. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നോമ്പ് തുറ? ഇഷ്ടപ്പെട്ടോ? അല്ലു വരൂ കേട്ടോ. നമ്മളെ നോമ്പ് തുറ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അല്ലു ഇപ്പൊ വരൂ. അല്ലുവിനെ കാണുന്നില്ല. ഇനിയിപ്പൊ അല്ലു എവിടെയായിരുന്നു? എന്റെ ഫ്രണ്ട് അല്ല അല്ലു, ഈ വിളിക്കല്ലേ? ഇത് നോക്കി നോക്കി ഇവിടെ നിങ്ങളുണ്ടോ നോക്കല്ലേ? ഇതാണ് എൻ്റെ ആങ്ങളെ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഇഷ്ടപ്പെട്ടോ? എന്താ ചെയ്യാ? ഇതാണ് നമ്മളെ പണ്ടാരി. ആരാണ് ബിരിയാണി ഉണ്ടാക്കിയത്? നിങ്ങളെ നോമ്പറിൻ്റെ മെയിൻ ഐറ്റമായ ബിരിയാണി റെഡിയാണ്. വല്യമ്മയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. കായം സെറ്റാക്കുകയാണ്. ബാക്കി നമ്മൾ കഴിച്ചിട്ട് പറയാട്ടോ വല്യമ്മ. ഇതായിട്ട് നമുക്ക് വേണ്ടി ഇരിപ്പിടങ്ങൾ സെറ്റാക്കിയാണ് ഗൈസ്. എന്താണ് ആത്മാർത്ഥത, എന്താണ് ആത്മാർത്ഥത. ഇവിടെ മത്സരം തുടങ്ങി. അനകരണം ചോറ് എങ്ങനെയുള്ള നമ്മളെ നോമ്പിന്റെ പരിപാടികൾ? സാധനം കൂടി ഇന്നാ കളറായില്ലേ? കുമാരി ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെയാണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് അങ്ങനെ ഞങ്ങൾ നല്ല ബിരിയാണിനെ കിടക്കുകയാണ്. മുന്തിരിയും ഇത് ഞങ്ങളെ പുതിയ പാർട്ട്ണർ. എന്തല്ല ഞങ്ങൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നോമ്പ് തുറ? നല്ലായിരുന്നു. പക്ഷെ ഞാൻ വർക്ക് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ ഇരുട്ടായപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോസ് അതിൻ്റെ ഒരു വിഷമം. ഞാൻ അതൊക്കെ നല്ല എക്സ്പെക്ട് ചെയ്തിരുന്നു. ചടപടയുന്നായി. പക്ഷെ നമ്മൾ അടുത്ത പോലെ സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ പരിപാടിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. മാത്തോട്ട് കൂടെ നേരെ നമ്മളെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. മാത്തോടെ സെറ്റ് അയക്കണല്ലോ. നമ്മളെ മൊഞ്ച് മാത്രം കേട്ടോ. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് വളരട്ടെ. അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ ഫ്രം വെൻസ്.